കനത്ത മഴയിലും കാറ്റിലും തെക്കൻ കേരളത്തിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. മരങ്ങൾ കടപുഴകി നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ മേൽക്കൂരയ്ക്ക് കേടുപാട് പറ്റി. പല മേഖലകളിലും വൈദ്യുതി ബന്ധം താറുമാറായി, ഗതാഗതവും തടസ്സപ്പെട്ടു. ഇന്നലെ രാത്രിയും പുലർച്ചെയുമായി പെയ്ത ശക്തമായ മഴ തെക്കൻ കേരളത്തിൽ വിതച്ചത് കനത്ത നഷ്ടം. തിരുവനന്തപുരം പള്ളിപ്പുറത്ത് മരം കടപുഴകി നിരവധി വൈദ്യുത പോസ്റ്റുകളും വീടുകളും തകർന്നു. കല്ലമ്പലം ഒറ്റൂരിൽ അംഗൻവാടിക്ക് മുകളിലൂടെ മരം വീണു. കൊണ്ണിയൂർ ഉറിയാക്കോട് വീടിന് മുകളിലേക്ക് പുളിമരം മറിഞ്ഞു വീണു. തിരുവനന്തപുരം പ്രസ് ക്ലബിന് മുന്നിൽ മരമൊടിഞ്ഞു വീണ് റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ശക്തമായ കാറ്റിൽ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ മേൽക്കൂരയും തകർന്നു. പെരുമ്പഴുതൂരിൽ വീടുകൾക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു. വാഴകൃഷിയും നശിച്ചു. ബാലരാമപുരം പേടൂർക്കോണം അംഗൻവാടിയുടെ മേൽക്കൂരയും തകർന്നു. അരുവിക്കര ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിലും സമീപ പ്രദേശങ്ങളിലും ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഡാമിന്റെ 1 മുതൽ 5 വരെയുള്ള ഷട്ടറുകൾ ഇന്ന് 100 സെന്റിമീറ്റർ വീതം ഉയർത്തി. പത്തനംതിട്ട ജില്ലയിൽ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. കോന്നി തണ്ണിത്തോട് സ്റ്റേഡിയത്തിന് സമീപം പ്ലാവ് വീടിന് മുകളിലേക്ക് വീണു. കോന്നി ഇളകുള്ളൂർ സ്കൂളിന് സമീപം മരം വീണു. ശക്തമായ കാറ്റിലും മഴയിലും കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലും വ്യാപക നാശനഷ്ടമുണ്ടായി. കൊട്ടാരക്കര കുളക്കടയിലും പുനലൂരിലും മരം കടപുഴകി വീട് തകർന്നു. അഞ്ചൽ ഇടമുളക്കളിൽ ഷിഹാബുദ്ദീന്റെ വീടിന്റെ മതിലിടിഞ്ഞ് തൊട്ടടുത്ത വീടിന് മുന്നിലേക്ക് മറിഞ്ഞു. കൊട്ടാരക്കര പെരുങ്കുളത്ത് 450-ൽ പരം ഏത്തവാഴകൾ കാറ്റിൽ ഒടിഞ്ഞു വീണു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.